ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. നിങ്ങളിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവനോ ബീറ്ററോ വിസ്കോ ബേക്കിംഗ് ടൂൾസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്ക് കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. ഇങ്ങനത്തെ കേക്ക് ടിന്ന് തന്നെ വേണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കേക്ക് ടിന്നിൻ്റെ സൈസിലൊക്കെയുള്ള അലൂമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെയും പൊക്കമുള്ള പാത്രം ഉണ്ടല്ലോ, അതെടുത്താലും മതി. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് ഒരുപാട് വലുതും പിന്നെ ഏറ്റവും ചെറിയ സൈസായിട്ടുള്ള പാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കേക്ക് ടിൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്കറിലും സോസ് പാനിലും ഒക്കെ ചെയ്യാം. നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം വളരെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓയിൽ ഗ്രീസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഓയിൽ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ കേക്ക് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്രീസ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ഓയിലായാലും ബട്ടറായാലും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പം ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ കൈവച്ചു തന്നെ ഓയിൽ കേക്ക് ടിൻ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓയിൽ മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ മൈദ ചേർത്ത് കേക്ക് ടിന്നിൽ മൊത്തം ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്ത ശേഷം എക്സസ് ആയിട്ടുള്ള മൈദ നമുക്ക് കളയണം. അങ്ങനെ ഞാൻ ബാക്കി വന്ന മൈദയൊക്കെ കളഞ്ഞ് കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരും. എങ്കിലും കുറച്ചുകൂടി സേഫ് ബട്ടർ പേപ്പർ വയ്ക്കുന്നത് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ചെയ്യാം. അങ്ങനെ ഹോം മെയ്ഡായിട്ട് ബട്ടർ പേപ്പർ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. ഇനി കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓവനിലാണെങ്കിലും ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. ഇനി ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ലിഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് അകത്ത് കേക്ക് കാണാൻ പറ്റും. ഈ ഗ്ലാസിൻ്റെ ലിഡിലൊക്കെ മിക്കവാറും ഒരു ഹോൾ ഉണ്ടാകുമല്ലോ, അത് ഞാനിപ്പോൾ ഒരു ഗ്രാമ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റോളെങ്കിലും വെച്ച് കൊടുക്കണം. അതല്ല മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 7 മിനിറ്റെങ്കിലും നമ്മൾ വെച്ച് കൊടുത്ത് പ്രീ ഹീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ സ്പൂണുണ്ടല്ലോ, അതാണ്. ഈ വലിയ സ്പൂണാണെങ്കിൽ ടേബിൾ സ്പൂണും ചെറിയ സ്പൂണാണെങ്കിൽ ടീസ്പൂണും ആണ്. പിന്നെ മെഷർമെൻറ്റ് കപ്പല്ല ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ആണ്. ഈ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഈ ടേബിൾ സ്പൂൺ വെച്ചിട്ട്, അതായത് വലിയ സ്പൂൺ വെച്ചിട്ടാണ് മൈദ ഒന്ന് അളന്നെടുക്കണം. ഞാൻ ആ സ്പൂൺ കൊണ്ട് നിറച്ച് കോരിയെടുത്തിട്ട് ഗ്ലാസ് നിറഞ്ഞ് കിട്ടിയപ്പോൾ 12 ടേബിൾ സ്പൂണാണുള്ളത്. പിന്നെ ഞാൻ ഈ മൈദയുടെ വെയിറ്റ് നോക്കിയപ്പം 190 ഗ്രാം ഉണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്കൊരു അരിപ്പ് വെച്ച് കൊടുത്ത് ഗ്ലാസ്സിൽ നേരത്തെ അളന്ന് വെച്ചിരുന്ന മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒന്നെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 തവണ അരിച്ചെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ 1 തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇത് ബീറ്റർ വെച്ചല്ല, മിക്സിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മുട്ട ശരിയായി പതഞ്ഞു വരില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് 4 എഗ്ഗ്, 1 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് മുട്ട പതഞ്ഞ് വരുന്നിടം വരെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. ഞാൻ മൈദ എടുത്ത് സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് 1/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് എടുത്തിരിക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് ചേർത്ത് മുകളിലോട്ട് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇത് 1 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് തികച്ചെടുത്തിട്ടില്ല. അര ഗ്ലാസ്സിന് കുറച്ച് താഴെ അളവിൽ റിഫൈൻഡ് ഓയിൽ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ആദ്യം അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് സ്പാച്ചുല അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ദോശയൊക്കെ മറിച്ചിടുന്ന ചട്ടുക ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. സ്പാച്ചുല ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ എപ്പോഴും പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണേ. ഇപ്പോൾ ഇത് നല്ലതുപോലെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ടൂത്ത് പിക്കോ നൈഫോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഞാനിപ്പോൾ പപ്പടക്കോല് വെച്ചാണ് കുത്തി നോക്കുന്നത്. അപ്പോൾ ഇതിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു നൈഫ് വെച്ചിട്ട് സൈഡൊന്ന് വിടുവിച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് തണുക്കാൻ വെക്കണം. നമ്മുടെ കേക്ക് നല്ലതുപോലെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സിയിലാണ് ചെയ്തതെന്ന് ആരും പറയുകയില്ല. ബീറ്റർ വേണമെന്നൊരു നിർബന്ധമില്ല. അടിയിലൊക്കെ കരിഞ്ഞു പോകാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ വെച്ച് നല്ലപോലെ ചൂടാറുന്ന സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ മെഷർ ചെയ്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ്. ഈ ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം നല്ലപോലെ സ്റ്റിഫായി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത് ബീറ്റർ വെച്ചല്ല. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് വിസ്ക് കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് ബീറ്ററും വിസ്കും ഇല്ലാത്തവർക്ക് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഇത് ഇത്തിരി നല്ല സമയം എടുക്കും ബീറ്റായി കിട്ടാനായിട്ട്. ഈ ഐസ് ക്യൂബിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത് ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1.25 ഗ്ലാസ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ ബീറ്റായി കിട്ടും. പക്ഷേ നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് മെൽറ്റായി പോകും. ഇനി ബീറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് 2 ഫോർക്കാണ്. ഈ ഫോർക്ക് ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ ഞാൻ തണുപ്പിച്ചിട്ടുണ്ട്. ഫോർക്ക് ഇതാ ഇങ്ങനെ പിടിച്ച് ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നിർത്താതെ ഒരേ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. ബീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് കൈ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ബീറ്റ് ചെയ്താൽ മതി. ഞാൻ എടുത്തിരിക്കുന്നത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല, ഇനിയും കുറേ സമയം എടുക്കും. ഐസ് ക്യൂബ്സ് കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് നല്ലതുപോലെ സ്റ്റിഫായി കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡും കൂടി എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പാത്രം എടുത്ത് കമഴ്ത്തിയാൽ പോലും ക്രീം താഴേക്ക് വീഴരുത്.
ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് തണുപ്പിച്ചതിന് ശേഷം ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാനായിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ സാധാരണ ഒരു നൈഫ് കൊണ്ട് കേക്കിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടേൺടേബിൾ അല്ല എടുക്കുന്നത്. ഒരു പാത്രം എടുത്ത് കമഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഐസിങ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കേക്ക് ബോർഡ് വെക്കുന്നില്ല. ഈ പ്ലേറ്റിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത ശേഷം ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് ഷുഗർ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ശേഷം അതൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഈ ഷുഗർ സിറപ്പ് കേക്കിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം ഒരു സ്പൂൺ കൊണ്ട് ലെയറിൽ വെച്ച് കൊടുത്തിട്ട് ഐസിങ് നൈഫ് ഉപയോഗിക്കുന്നില്ല. ചട്ടുകം കൊണ്ട് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ടും പിസ്തയും കൂടി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. ഈ രീതിയിൽ 3 ലെയറും വെച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് കേക്കിൽ നല്ലതുപോലെ താഴ്ന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോർക്ക് കൊണ്ട് ഞാനൊന്ന് കുത്തി കൊടുത്തത്. അങ്ങനെ 3ാമത്തെ ലെയറിലും ക്രീം നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കേക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലുള്ള ഐസിങ് ബാഗോ നോസിൽസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സാധാരണ കവറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഇത് ഇത്തിരി വലിയ കവറാണ്. ഇത്തിരിയും കൂടെ ചെറിയ കവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതല്ല ഇതുപോലത്തെ കവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ പാല് പാക്കറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ ആ കവറൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ഈ കവറിൻ്റെ അകത്തേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങനെ സ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ കവറിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് പിടിച്ചതിന് ശേഷം സൈഡിലെ കോണിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീം ഫ്രണ്ടിലേക്കാക്കി ബാക്ക് സൈഡിൽ കൂടി ക്രീം വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് കവറൊന്ന് ചുരുട്ടി പിടിക്കണം. ഞാനിപ്പോൾ കേക്കിൻ്റെ താഴെ ബോർഡറായിട്ട് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കവർ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം മുകളിലേക്കൊന്ന് പൊക്കിയെടുത്താൽ മതി. മുകളിലും സെയിം രീതിയിൽ തന്നെ കുറച്ചുകൂടി വലുതായി പ്രസ് ചെയ്താൽ മതി. ഇനി ക്രീമിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ചെറീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്കി ബാർ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചെറിയ പീസാക്കി താഴത്തെ ബോർഡറിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പേര് എഴുതണമെങ്കിൽ ഡെക്കറേഷൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ദാ ഇപ്പോൾ കേക്കിൻ്റെ ലെയേഴ്സൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാഷ്നട്ടും പിസ്തയൊക്കെ ലെയർസിലിട്ട് കൊടുത്തില്ലേ, അതും കൂടി ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ ഓവനോ ബീറ്ററോ ബേക്കിംഗ് ടൂൾസോ വിസ്കോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയത് കണ്ടല്ലോ. നിങ്ങൾ ഉറപ്പായിട്ടും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.